വീട്ടിലെ റോസയ്ക്കൊരു ഭീഷണിയായിട്ട് ഇവനിങ്ങനെ പടർന്നു പന്തലിച്ചു നിന്നത് അമ്മയ്ക്ക് തീരെ പിടിച്ചില്ല. അമ്മ ഇത് പിഴുതു കളയാൻ നോക്കിയപ്പോൾ നിഷാദ അരുത് കാട്ടാളാന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ കാര്യത്തിൽ പൊക്കിക്കൊണ്ട് വന്നു. വേറൊന്നിനുമല്ല, ഇതുകൊണ്ട് നമുക്കൊരു പരീക്ഷണമുണ്ട്. പണ്ട് 2ലോ 3ലോ പഠിക്കുമ്പോഴാണ് മഷിത്തണ്ടിൽ മഷി കയറുന്ന കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മഷിത്തണ്ടിനെ പൊക്കിക്കൊണ്ട് വന്നത്. പക്ഷെ അന്ന് നമുക്ക് ബുദ്ധിയില്ലല്ലോ. ഒരു സ്കെച്ചിന്റെ ട്യൂബിനെ കുത്തിപ്പിഴിഞ്ഞ് വെള്ളത്തിൽ ചേർത്ത് അതിനകത്താണ് ഞാൻ ഈ മഷിത്തണ്ട് ഇട്ട് വെച്ചത്. അതും ഒരു മഞ്ഞ കളർ സ്കെച്ച്. ബാക്കി എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ എന്തായാലും കയ്യിൽ മഷിയൊക്കെ ഉണ്ട്. ആ സ്ഥിതിക്ക് എക്സ്പെരിമെന്റ് ഒന്നുകൂടി ചെയ്തു നോക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ചെയ്തു വന്നാലും വലിയ റിസൾട്ട് ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും ഒരു പരീക്ഷണത്തിന് ഞാൻ മുതിർന്നു. അതും നിറയെ വെള്ളത്തിൽ കുറച്ച് മഷി ഒഴിച്ചിട്ട് അതിനകത്ത് മഷിത്തണ്ട് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ പരീക്ഷണം ചെയ്തത്. പിന്നീട് ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. കാത്തിരുന്ന് 24 മണിക്കൂർ 48 മണിക്കൂറായിട്ടും വലിയ റിസൾട്ടൊന്നും കിട്ടിയില്ല. ചെടി ഫുള്ളും വാടിപ്പോയി. അത് കണ്ടപ്പോൾ ഒരു സങ്കടമൊക്കെ വന്നു. പക്ഷേ ഇതിന്റെ എവിടെയൊക്കെയോ ആയിട്ട് ചെറിയൊരു നീല കളറുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ ഹോപ്പ് വന്നു. ചിലപ്പോൾ നമ്മൾ ഡൈല്യൂട്ടായിട്ട് വെച്ചതുകൊണ്ടാണെങ്കിലും മഷി തീരെ കളയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ബോട്ടിൽ എടുത്തായിരുന്നു ഇത്തവണത്തെ പരീക്ഷണം. മഷിയും വളരെ ചെറിയ അളവിലെ ഒഴിച്ചു കൊടുത്തോളൂ. അതിൻ്റെ ഇടയിൽ ചില പണിയൊക്കെ കിട്ടി. അതിന്റെ തെളിവൊക്കെ നശിപ്പിച്ചിട്ട് നമ്മൾ പതുക്കെ ചെടിയൊക്കെ ഇറക്കി വെച്ചു കൊടുത്തിട്ട് ഇതിനെ അങ്ങ് മാറ്റി വെച്ചു. ഏകദേശം ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇതിനെ എടുത്ത് നോക്കുന്നത്. ഇത്തവണ അത് മഷിയൊക്കെ കുടിച്ച് നല്ല സുന്ദരനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. നല്ല നീല കളറിൽ അതിന്റെ വെയിൻസിൽ ഫുള്ള് മഷി കയറിയത് കാണായിരുന്നു. വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ, അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണേ.